എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു 6:45 ആയപ്പോൾ ഞാൻ എണീറ്റു. 6:45 എണീറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ചായക്ക് കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട ആവുന്ന ദിവസം കുറച്ച് നേരത്തെ എണീക്കണം, കാരണം അതൊക്കെ ഒന്ന് ഉരുട്ടി എടുക്കണമല്ലോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. എന്നിട്ട് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു. പിന്നെ ഞാൻ വേസ്റ്റൊക്കെ കവറിലിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് ബാസ്ക്കറ്റ് പുറത്താണുള്ളത്, അതൊന്ന് കഴുകണം, അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ വെച്ചേക്കാണ്. അപ്പം വേസ്റ്റൊക്കെ അതിൽ കൊണ്ടുവച്ചിട്ടു. ഇതിന് ശേഷം ബാൽക്കണീൻ്റെ ഡോറ് തുറന്നു. ബാൽക്കണീൻ്റെ ഡോറ് തുറന്നാൽ അകത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ചൂടൊക്കെ അങ്ങ് പോയിട്ട് നല്ലൊരു കാറ്റൊക്കെ വരും. അതേപോലെ തന്നെ അടുക്കള ഭാഗത്തുള്ള ആ ഒരു ഡോറും കൂടെ ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ നല്ലൊരു കാറ്റൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഒരു ചൂടായിരിക്കും. ഇപ്പോൾ രാവിലെയാണോ രാത്രിയാണോ എന്നൊന്നുമില്ല, ഇവിടെ മൊത്തത്തിൽ ഇപ്പം ചൂടാണ്. അങ്ങനെ ഞാൻ ഈ ഒരു ഡോറൊക്കെ ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ 1,00,000 അധികം ഫോളോവേഴ്സായിട്ടോ, 1,14,000 സംതിങ് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഏറെ ഉപകാരമാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെ കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത് എനിക്ക് കുറേ ഉപകാരമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പത്തിരീൻ്റെ പൊടി എടുത്തിട്ടാണ് കേട്ടോ കൊഴുക്കട്ട ചുടുന്നത്. അതൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട്, നല്ല തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് എടുക്കുന്നുണ്ട്. കൈവച്ച് കുഴയ്ക്കാൻ പറ്റില്ല, നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത്. കൊഴുക്കട്ടയ്ക്ക് എപ്പോഴും ഞാൻ ചമ്മന്തി ആയിരുന്നു ആക്കുക, പക്ഷേ ഇന്ന് ചമ്മന്തി ഒന്ന് മാറ്റിപ്പിടിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഉള്ളി വാട്ടിയിട്ട്, തക്കാളി ഉള്ളിയൊക്കെ വെച്ചിട്ട് വാട്ടിയിട്ട് അതിൻ്റെ അകത്തേക്കായിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു ചൂടൊന്ന് തണിയുന്നപ്പോഴത്തേക്ക് ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചിടാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് ചോപ്പറുണ്ട്, പക്ഷേ എങ്കിൽ എനിക്ക് ഇങ്ങനെ ഉള്ളി അരിയുന്നതാണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ടാണ് കത്തി വെച്ചിട്ട് അരിയുന്നത്. ഏട്ടനെ എഴുന്നേറ്റിട്ടുണ്ട്. ഏട്ടനെ കുളിക്കുകയും ബാക്കി പരിപാടികളൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. വലുതായിട്ട് ഉരുട്ടി, പണ്ടൊക്കെ അമ്മ വയ്ക്കുക, വലുതായിട്ട് ഉരുട്ടിയിട്ട് ചൂടുവെള്ളത്തിൻ്റെ അകത്തിട്ട് തിളപ്പിച്ച് അങ്ങനെ എങ്ങനെയാണ് വയ്ക്കുക. പക്ഷേ അതെനിക്ക് എത്ര പരിചയമില്ല. അത് ഞാൻ ഇതിലൂടെ ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ചെറുതാക്കി കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയിട്ട് ഉരുട്ടിയിട്ട്, ഇത് കുറച്ച് വലിയ ബോൾസാണ്, അപ്പോൾ ഇതെനിക്ക് സമയപരിമിതി കാരണമാണ് ഞാൻ ഇത്രയും വലുതാക്കുന്നത്. ഇതിലും കുഞ്ഞായിട്ടാണ് ഉരുട്ടേണ്ടത്, നല്ല രസമായിരിക്കും ഇതിലും കുഞ്ഞായിട്ട് ഉരുട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് രാവിലെ ഇത്ര കുഞ്ഞായിട്ട് ഉരുട്ടാനൊന്നുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് ഉരുട്ടുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഈ ഒരു കൊഴുക്കട്ട വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. കുറച്ച് സമയം മതി, പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. ഇത് ഉരുട്ടിയെടുക്കേണ്ട ടൈം മാത്രമേ ഉള്ളൂ, ബാക്കി കുക്കാവൊക്കെ എളുപ്പത്തിൽ തന്നെ ആയിക്കിട്ടും കേട്ടോ. അപ്പം ഉള്ളി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതല്ല ചെറുങ്ങനെ വാടിയിട്ടുള്ളതാണെങ്കിൽ ഒരുമാതിരി ആയിരിക്കും. ഞാൻ ഉള്ളിയൊക്കെ വാട്ടി തക്കാളി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. സോസ് ഒഴിച്ചു കൊടുത്താൽ ഇവിടുത്തെ പച്ചമുളകിന് ഭയങ്കര എരിവാണ്. അപ്പം ഞാൻ 2-3 പച്ചമുളക് ഇട്ടുപോയിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ ഇത്തിരി പോലും എരിവ് പറ്റത്തില്ല. അപ്പം ഞാൻ എരിവ് അധികമായി എന്നൊരു സംശയം ഉള്ളതിനെ കൊണ്ട് കുറച്ച് കുരുമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സോസ് ഒഴിച്ചു കൊടുത്തു കേട്ടോ, ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഒരു മധുരവും പിന്നെ ഈ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവും. അപ്പോൾ ഇവിടെ ഈ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വറവ് ചെയ്തിടും. 2-3 വറ്റൽമുളകും കുറച്ച് നമ്മുടെ ഉഴുന്നും കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവ് ചെയ്തിട്ടുണ്ട്. വറവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിലേക്ക് ആ ഒരു വാട്ടി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കും കേട്ടോ. നച്ചു എന്താണെന്നറിയില്ല, ഇന്ന് കുറച്ച് സമയം അധികം ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് അവൾ മറ്റെൻ്റെ അടുത്ത് അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ തോണ്ടിക്കളിക്കും. അപ്പോൾ അതുകൊണ്ട് അവൾ ഉറങ്ങുന്നതിനെ കൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതാകുമ്പം ഏട്ടന് എപ്പോഴെങ്കിലുമൊക്കെ തിന്നുന്നത് ഭയങ്കര ഇഷ്ടം. അതല്ല മാസത്തിലൊരു 3-4 ദിവസം നാക്കി ഏട്ടൻ തിന്നൂല, കാരണം ഇത് തിന്നിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പം പെട്ടെന്ന് വിശക്കുമെന്ന് പറയും. അപ്പം ഞാൻ അധികം അങ്ങനെ ആക്കാനില്ല, ഇന്നെന്തോ കൊതി തോന്നി അതുകൊണ്ട് ആക്കിയതാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, എപ്പോഴും ഇതാകുമ്പം കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ ചമ്മന്തി ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ എപ്പോഴോ ഇങ്ങനെ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ഇടാക്കും കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇന്ന് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓഫീസിലുള്ള അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആന്ധ്രയിൽ എത്താനാണ് അവൻ്റെ വീട്. 21 വയസ്സ് അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ ആൾക്ക്. അപ്പം അവന് ഇന്ന് രാവിലെ നാസ്ത കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതാണ്, കുഴപ്പമില്ല ഒന്ന് കൊണ്ടുതരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുറച്ച് അവനും കൂടെ, അവന് ഞാൻ തൈരൊക്കെ മിക്സ് ആക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി കൊടുത്തോട്ടെ. അപ്പോൾ ഏട്ടൻ അതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പോവേണ്ട തിരക്കിലാണേ. ഏട്ടൻ പോകുമ്പോഴത്തേക്ക് എന്നെ ഇവിടെ എണീറ്റിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്.
ഇന്ന് വൈകുന്നേരം വന്നിട്ട് നമുക്കൊന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ തൈറോയ്ഡ് വീട്ടിൽ വന്നിട്ടായിരുന്നു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഫോണിലേക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഏട്ടന് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ല് വേണമായിരുന്നു. അപ്പോൾ ഇന്ന് ഏട്ടൻ വന്നിട്ട് വേണം ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലാബിൽ പോകാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ബില്ലൊക്കെ വാങ്ങിക്കണം. നമ്മളിപ്പം ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചാലും നമുക്കിവിടെ തന്നിട്ടുള്ള ഹോസ്പിറ്റൽ ബായിലാൽ ഹോസ്പിറ്റലാണ്. അതല്ല നമ്മൾ പുറത്തെവിടെയെങ്കിലും എനിക്ക് തൈറോയ്ഡൊക്കെ ഒരു വുമൺസ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പം അവിടുത്തെ ബില്ലൊക്കെ ഏട്ടൻ കൊണ്ടുപോയി കഴിഞ്ഞ് നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ നമുക്ക് ബില്ലൊക്കെ ക്ലെയിം ചെയ്ത് കിട്ടും കേട്ടോ. അപ്പം പിന്നെ ബില്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടുന്ന് ഒരുമിച്ച് എല്ലാവരുടെ ബില്ലും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവിടെ പോയിട്ട് ബില്ല് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പം കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ചെമ്മീനും മാങ്ങയും കൂടെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഭയങ്കര ചെമ്മീനും മാങ്ങ ഇട്ടിട്ടുള്ള കറി. നാട്ടിലായിരുന്നപ്പം ചെറിയ ചെമ്മീനാണല്ലോ കിട്ടുക. അപ്പോൾ നല്ല രസമായിരുന്നു ആ കറി. വലിയതിട്ടിട്ട് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. ഇവിടുത്തെ മല്ലിക്ക് കുറച്ച് കളറ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മല്ലി ഒന്ന് മഞ്ഞൾ മുളകൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമെന്ന്. അപ്പോൾ കുറച്ചും കൂടെ കളറ് ആയിട്ട് വരുമല്ലോ. അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി എല്ലാം കുറച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ നേരത്തെ ഒന്ന് വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയുള്ള അതൊന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് ചെമ്മീനും ഇട്ട് കുറച്ച് വെള്ളവും പറഞ്ഞ് ഉപ്പും അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിക്കും. വലിയ ചെമ്മീനായതുകൊണ്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ട് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കും. അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാങ്ങയും കൂടി ഇട്ടു. അത് മറന്നുപോയി. മാങ്ങ ഇട്ടിട്ടുള്ള ചെമ്മീൻ കറിയാണ്. അപ്പോൾ മാങ്ങയും കൂടെ ഇടും കേട്ടോ. മാങ്ങയും ചെമ്മീൻ വാങ്ങാൻ പോയപ്പം തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു മാങ്ങയും. അപ്പോൾ മാങ്ങയും കൂടെ ഇട്ടിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ. ചിലർ ഇതിൻ്റെ കൂടെ ചക്കക്കുരുവും കൂടെ ഇടും. ചക്കക്കുരു എൻ്റെ അടുത്തില്ല. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരു മൂക്കാത്ത ചക്കേൻ്റെ കുരു ആയതിനെക്കൊണ്ട് പെട്ടെന്ന് തന്നെ കറുത്തൊരുമാതിരി പൂപ്പ് പിടിച്ച പോലെ ആയിപ്പോയി. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം കൊഞ്ചനൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പം ഞാനിതിൻ്റെ അകത്തേക്കായിട്ട് തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറിക്ക് കുറച്ച് തേങ്ങ മതി. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് അധികം തേങ്ങ ആയി പോയിട്ടുണ്ട്. കുറച്ച് തേങ്ങ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവയും ചെറിയുള്ളി കടുക് ഇട്ടിട്ട് ഒന്ന് വറവ് ചെയ്തിടും. അപ്പം കറി ഇവിടെ ശരിയായി. പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ കുറച്ച് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പച്ചച്ചീരയാണ് വാങ്ങിച്ചത്. അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപ്പേരിയും കൂടി ആക്കിയാൽ ഇന്നത്തെ ഏട്ടനുള്ള ഉച്ചയൂണ് റെഡിയായി കേട്ടോ. പിന്നെ മലയാളി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നാരങ്ങേൻ്റെ അച്ചാറുണ്ട്. തോളൂരിൻ്റെ നാരങ്ങേൻ്റെ അച്ചാർ കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ആ ഒരു അച്ചാറും കൂടെ കുറച്ച് കൊടുത്തു വിടണം. തക്കാളി ഞാനൊരു ചെറിയ കഷ്ണം തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ, മാങ്ങ എല്ലാവരും കൊണ്ട്. പിന്നെ മാങ്ങയുടെ കറിക്ക് ഞാൻ പുളിയും ഒഴിച്ചിട്ടില്ല. അപ്പം പുളിയൊക്കെ നല്ല ബാലൻസ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കറിക്ക്. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇന്ന് പുറത്ത് ഏതോ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അതിൻ്റെ ചിക്കൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. റോട്ടം വന്ന് പാട്ടും അതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അത് കണ്ടേ പറ്റുമെന്ന്. അപ്പോൾ അവളെയും കൂട്ടി ഞാൻ ഈ ഒരു പാട്ടും ഡാൻസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ടെറസിലൊന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കൻ ഇതാ നട്ടപ്പൊരു വെയിലത്തെ കുതിരീൻ്റെ അകത്താണെന്ന് തോന്നുന്നു, പുറത്തൊന്നും കാണുന്നില്ല. ബാക്കിയുള്ളവർ വെയിൽ ഏതാണെന്നൊന്നും നോക്കാണ്ട് തന്നെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അവരുടെ ഗർഭ സോങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ സോങ്ങിനനുസരിച്ച് അവർ കളിക്കുന്ന കാണാൻ. അതിന് നല്ല ഏജ് ആയിട്ടുള്ളവരുണ്ട്, നല്ല ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ളവരുണ്ട്. എല്ലാവരും ഒരുപോലെ നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്തതാണ്, കോപ്പിറൈറ്റ് കിട്ടുന്നതിനെ കൊണ്ട്. നല്ല പാട്ടാണ്, ആ പാട്ടും കൂടെ കേൾക്കണം, എന്നാലാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളൂ കേട്ടോ. കുറച്ച് സമയം ഞങ്ങളത് നോക്കി നിന്നു. അതിൻ്റെ ഇടയ്ക്ക് പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പം ഇനി ഇത് കുറച്ച് സമയം കണ്ടിട്ട് വേണം താഴെ ചോറ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. കഴിഞ്ഞ ദിവസം ബസ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഞാൻ ചോറ് കൊടുക്കാൻ പോകുന്നതിൻ്റെ മുമ്പേ ബസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം വേഗം തന്നെ പോയിട്ട് ഇത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇന്നും ബസ് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല കോളായിരിക്കും. കൊടുക്ക്, ഉടുപ്പ് താത്ത്, ഫോക്സ് പിടിക്കുക, ഉടുപ്പ് താത്ത്. എന്താ എടുക്കാണ്ട് വന്നേ?
അങ്ങനെ ചോറൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. പോയിട്ട് വേണം എനിക്ക് കുളിക്കാൻ, അച്ഛന് കുളിക്കാൻ, അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുത്ത് ഉറക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം ഏട്ടൻ വരുമ്പോഴത്തേക്ക് ചായക്ക് എന്തെങ്കിലും ആക്കണം. ഞാൻ കുളിച്ച് തുടച്ച് അവൾക്ക് കൊടുത്ത് അവളെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആവും. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. താഴേന്ന് ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അവിടെ പോയി നിന്ന് അതെന്താണെന്നൊക്കെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് നച്ചുവിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. രാവിലത്തെ ബാക്കി കൊഴുക്കട്ടേൻ്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്തിട്ട് വലിയ ഉണ്ടയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് ആവി കയറ്റിയെടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് കേട്ടോ. പിന്നെ കുറച്ച് സപ്പോർട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് പാല് കിട്ടിയപ്പോൾ തന്നെ കാച്ചിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ഒരു പാലെടുത്തിട്ട് സപ്പോർട്ട ഒന്ന് ജ്യൂസ് അടിച്ച് വെക്കണം. പിന്നെ ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കണം കേട്ടോ. കൊഴുക്കട്ട അതൊന്നും എനിക്ക് പറയില്ല. അത് വലിയൊരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുറിച്ചിട്ടാട്ടോ കഴിക്കുക, അപ്പടിയല്ല മുറിച്ചിട്ട് കഴിക്കും കേട്ടോ. ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ പക്ഷേങ്കിൽ പഞ്ചസാര എടുത്തിട്ടുള്ളത്, ശർക്കരയാകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഏട്ടൻ കഴിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു നിനക്ക് ശർക്കര എടുത്താൽ പോരായിരുന്നു, എന്തിനാ പഞ്ചസാര എടുത്തതെന്ന്. അങ്ങനെ അത് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു സപ്പോർട്ട് ഒന്ന് ഇതിൻ്റെ അകത്തേക്കായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ ചൂടായതിനെ കൊണ്ടാണ് ഇവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ ഞാൻ ജ്യൂസൊന്നും അടിക്കലില്ല. അങ്ങനെ ഇനിയിപ്പം ഏട്ടൻ വന്നു കഴിഞ്ഞ് ഈ ഒരു ചായ കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇതിൻ്റെ ബില്ല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ. പിന്നെ ഏട്ടൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടില്ല ഏട്ടൻ്റെ അടുത്തിരിക്കുന്ന ആന്ധ്രാപ്രദേശിലെ കുട്ടീനെ പറ്റിയിട്ട്. അവന് ഇന്ന് ചെമ്മീൻ കറി കൊണ്ടുവരും. ചെമ്മീൻ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഏട്ടനോട് പറഞ്ഞു 1 കിലോ ചെമ്മീൻ വാങ്ങിയിട്ട് അടുത്ത ദിവസം ഒന്ന് പൊരിച്ചിട്ട് തരുമോ, പറ്റുമെങ്കിൽ, അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ നിനക്ക് പറ്റുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബില്ലും വാങ്ങിച്ച് വരുമ്പം ആ ഒരു മീനൊക്കെ ഉള്ള മാർക്കറ്റിൽ കയറിയിട്ട്, മാർക്കറ്റെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ ചെറിയൊരു സ്ഥലമാണ്. അപ്പം അവിടെ നിന്ന് കുറച്ച് 1 കിലോ കൊഞ്ചനും വാങ്ങിച്ചു. 1 കിലോ കൊഞ്ചിന് 400 അത്രയോ ആണ്. അപ്പോൾ അതും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.